ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഉത്ബോധന പ്രവർത്തനങ്ങൾ നടത്താൻ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. 2 ആഴ്ച മുമ്പ്, 10 ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു രാത്രിയിൽ താനൂർ നിയോജക മണ്ഡലത്തിലെ ഒരു പ്രദേശത്ത് രക്ഷിതാക്കളുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ പോയി. പെണ്ണുങ്ങളാരോ വർത്താനം പറയുന്നുണ്ട്. കുട്ടികൾ പറഞ്ഞാൽ കുഴപ്പമില്ല, വലിയവർ പറയാൻ പാടില്ല. കുട്ടികൾക്ക് ചെറിയ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്, അത് വലിയവർക്ക് ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കൽ നിർബന്ധമാണ്, സുന്നത്തല്ല, നിർബന്ധമാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ അങ്ങോട്ട് നോക്കണില്ല എന്ന്, പക്ഷെ സംഗതി ഞാൻ നോക്കുന്നുണ്ട്, നിങ്ങളെന്താ അവിടെ കാട്ടണതെന്നൊക്കെ. അതിപ്പോൾ ഇങ്ങനെ നോക്കിയാലും കാണും എന്താ ഇപ്പം നിങ്ങൾ കാട്ടണതെന്ന്. അതുകൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം, അത് നിർബന്ധമാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതാവും. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ താനൂരിൽ ഒരു പരിപാടിയിൽ പോയി പടുത്ത് രക്ഷിതാക്കളുടെ ഒരു മീറ്റിംഗാണ്. അതിൽ താനൂർ DYSP മൂസ സാഹിബ് എന്ന് പറയുന്ന ആൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ആ മഹലിൽ താമസക്കാരനാണ്, ഓലപ്പീടിക എന്ന് പറയുന്ന മഹലിൽ. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. പ്രധാനമായിട്ട് കുറേ കാര്യം പറഞ്ഞു, 2 എനിക്ക് വല്ലാതെ മനസ്സ് പിടിച്ചു. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പോലീസുകാരെ 2ാം കട പൗരന്മാരായി കാണരുത്, 1ാം തരക്കാരായിട്ട് കാണണം. ആൾക്കാർക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ല, അങ്ങനെ ഒരിക്കലും ആകരുത്. ഞങ്ങളൊരു നിയമം ഉണ്ടാക്കണില്ല, നിങ്ങൾ തിരഞ്ഞെടുത്ത ആളുകൾ ഉണ്ടാക്കിയ നിയമങ്ങളെ നടപ്പിൽ വരുത്തുക മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഒരു കാര്യം ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്കും തോന്നി. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ജനങ്ങളും ഒരു നിയമം വന്നാൽ ഈ നിയമത്തെ എങ്ങനെ അംഗീകരിക്കാം എന്ന് ശ്രമിക്കുമ്പോൾ, ഇന്ത്യക്കാരുടെ മാത്രം പ്രത്യേകത ഒരു നിയമം വന്നാൽ ആ നിയമത്തെ എങ്ങനെ ലംഘിക്കാം എന്ന് നോക്കുമെന്നതാണ്. അത് ഗവൺമെൻറ് നിയമം മാത്രമല്ല, പള്ളി കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ വരെ എങ്ങനെ ലംഘിക്കാം എന്നാണ് നമ്മൾ നോക്കുക. ഗവൺമെൻറ്റിന് മാത്രമല്ല, അത് ഏതായാലും അങ്ങനെ തന്നെയാണ്. എന്നാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു നിയമം വന്നാൽ ഈ നിയമം എങ്ങനെ പാലിക്കാം എന്ന് ശ്രമിക്കും. മുമ്പ്